KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലാ സഖാഫി സംഗമം നാളെ മഅദിൻ മഹബ്ബ സ്ക്വയറിൽ. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മലപ്പുറത്തെ അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് അടച്ചുപൂട്ടുമെന്ന് സ്മൃതി ഇറാനിയുടെ ഭീഷണി. സ്മൃതി ഇറാനിയുടെ ഭീഷണി ഗൌരവത്തിൽ കാണണമെന്ന് SSF. കള്ളപ്പണം വെളുപ്പിക്കൽ നരേന്ദ്രമോദിയുടെ ഫെയർ ആൻഡ് ലവ്ലി പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി. പ്രൊവിഡന്റ് ഫണ്ട് നികുതി പിൻവലിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മുഅല്ലിം ശാക്തീകരണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചു. ജനന തീയതി തിരുത്തൽ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത ഇല്ലാതാകുമെന്ന് കേന്ദ്രം. ഇസ്ലാമിനെ ലോകത്തുനിന്ന് ഇല്ലാതാക്കണമെന്ന് BJP MP. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം, സുനാമി മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കനയ്യകുമാറിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 6 മാസത്തേക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. 10,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം. ജാമ്യത്തുക JNU അധ്യാപകർ നൽകും. JNU അധ്യാപകൻ ജാമ്യം നിൽക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കനയ്യയോട് കോടതി പറഞ്ഞു. ജാമ്യകാലയളവിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ മാസം 9-ന് JNU ക്യാമ്പസിൽ നടന്ന അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്നാണ് കേസ്. എന്നാൽ കനയ്യ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൃത്രിമമാണെന്ന ഫോറൻസിക് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇത് ഡൽഹി പോലീസിന് തിരിച്ചടിയാകും. പോലീസ് സമർപ്പിച്ച തെളിവുകളിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. താൻ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായെന്നും രാജ്യദ്രോഹക്കുറ്റം ഗൂഢാലോചനയാണെന്നുമാണ് കനയ്യകുമാറിന്റെ വാദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ. കള്ളപ്പണം വെളുപ്പിക്കാൻ സർക്കാർ ഫെയർ ആൻഡ് ലവ്ലി പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കള്ളപ്പണക്കാരെ നരേന്ദ്രമോദി സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് രാഹുൽ പറഞ്ഞു. കള്ളപ്പണക്കാരെ ജയിലിൽ അടയ്ക്കുമെന്നാണ് മോദി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് മോദി ചെയ്യുന്നത്. രാജ്യമെന്നാൽ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയെന്നാൽ രാജ്യമോ അല്ലെന്ന് മോദി മനസ്സിലാക്കണമെന്ന് രാഹുൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. Supporter of terrorism. How did we achieve this? Speaker sir, please. Please silent. Let the member to continue. Please sir. Member please. How, Speaker sir, how did we achieve this? Our Prime Minister took the advice of everybody. The armed forces, our diplomats, our intelligence people. We had wide-ranging conversations with everybody who understands these issues. We spoke to the opposition. We utilized the great talent and expertise that is available to this country. We worked tirelessly in Jammu and Kashmir, and I must tell you, it is the work that we did there, that the UPA did there, that makes us all really proud. We held panchayat elections. We built thousands of self-help groups. അഹിംസയും അക്രമവുമാണ് രാജ്യത്ത് ഏറ്റുമുട്ടുന്നത്. RSSലെ നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് ആകെ ഒരു സത്യമേയുള്ളൂവെന്നാണ്, നിങ്ങളുടേത് മാത്രം. പ്രധാനമന്ത്രി ഒരിക്കൽ പോലും രോഹിത് വെമുലയുടെ വീട്ടുകാരെ സന്ദർശിക്കാനോ സംസാരിക്കാനോ തയ്യാറായിട്ടില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ബാരലിന് $35 കുറഞ്ഞിട്ടും ഇന്ത്യയിലെ സാധാരണ മനുഷ്യന് അതിന്റെ ഗുണം ലഭിക്കുന്നില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന തുകക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നികുതി ഏർപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ നിക്ഷേപത്തിന്റെ 60% നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തൊഴിലാളി സംഘടനകൾ സമരഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഇക്കാര്യം പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രാലയം സൂചന നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നികുതി പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കി ധനമന്ത്രി രംഗത്തുവന്നത്.
ഇസ്ലാമിനെ ലോകത്തുനിന്ന് ഇല്ലാതാക്കണമെന്ന് ബിജെപി എം പി. ഉത്തരകന്നഡയിലെ എംപിയായ ആനന്ദ്കുമാർ ഹെഗ്ഡെയാണ് പത്രസമ്മേളനത്തിൽ വിവാദ പരാമർശം നടത്തിയത്. ലോകത്ത് ഇസ്ലാമുള്ള കാലത്തോളം തീവ്രവാദം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എംപിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയതിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്തൽ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത ഇല്ലാതാകുമെന്ന് കേന്ദ്രം. വിശദമായ റിപ്പോർട്ടിലേക്ക്. പാസ്പോർട്ടിലെ ജനനതീയതി തിരുത്താൻ കാരുണ്യപരമായ കാരണങ്ങളാൽ പോലും നിശ്ചിത സമയം അനുവദിക്കുന്നത് വ്യാജ അപേക്ഷകർക്ക് തള്ളിക്കയറാൻ അവസരമൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ 5 വർഷം മുമ്പ് വിതരണം ചെയ്ത പാസ്പോർട്ടിലെ ജനനതീയതി തിരുത്താനുള്ള അപേക്ഷ പരിഗണിക്കേണ്ടതില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവല്ലാതെ മറ്റൊന്നും നടപ്പിലാക്കാനാവില്ലെന്നും കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ പ്രശാന്ത് ചന്ദ്രൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ന്യായമായ കാരണങ്ങളാൽ അർഹരായവർക്ക് പാസ്പോർട്ടിലെ ജനനതീയതി തിരുത്താൻ അവസരം നൽകാൻ സമയം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്മേലാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ ജനനതീയതി തിരുത്തണമെന്ന നിരവധി അപേക്ഷകൾ പാസ്പോർട്ട് ഓഫീസർമാർക്ക് ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ ഏതു സാഹചര്യത്തിലാണ് പാസ്പോർട്ടിൽ തെറ്റായ ജനനതീയതി രേഖപ്പെടുത്തിയതെന്ന് തൃപ്തികരമായി വിശദീകരിക്കാൻ അപേക്ഷകർക്ക് കഴിയുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. തെറ്റായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പാസ്പോർട്ട് സമ്പാദിച്ചതിനാലാവാം അപേക്ഷകർക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ വരുന്നത്. ഇപ്രകാരം ജനനതീയതി തിരുത്താൻ അനുവദിച്ചാൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തും. ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്ത് കഴിഞ്ഞവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അവിടുത്തെ അധികൃതർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നീട് ഇതിൽ തിരുത്തലുകൾ വരുത്തുന്നതാണ് വിശ്വാസ്യതയെ ബാധിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇന്തോനേഷ്യയിൽ 8.2 തീവ്രതയിൽ വൻ ഭൂചലനം. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 ഭൂചലനം അനുഭവപ്പെട്ടത്. തെക്കു പടിഞ്ഞാറൻ മേഖലയായ പതങ്ങിൽ നിന്നും 808 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഭൂചലനത്തെ തുടർന്ന് വടക്ക് തെക്ക് സുമാത്രയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. ഭൂചലനത്തിൽ ആർക്കെങ്കിലും പരുക്കേറ്റതായോ നാശനഷ്ടങ്ങളുണ്ടായതായോ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. 2004 ഇന്തോനേഷ്യയിലെ സുമാത്ര പ്രഭവ കേന്ദ്രമായി റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്നുണ്ടായ സുനാമി തിരകൾ 14 രാജ്യങ്ങളിൽ നാശം വിതച്ചിരുന്നു. ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, തായ്ലാന്റ് തുടങ്ങിയ 14ഓളം രാജ്യങ്ങളിലായി 2,30,000 പേരുടെ ജീവനാണ് സുനാമി കവർന്നത്. മലപ്പുറത്തെ അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് അടച്ചുപൂട്ടുമെന്ന് മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ ഭീഷണി. ഓഫ് ക്യാമ്പസ് സെന്ററിന് കൂടുതൽ ധനസഹായം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തോടാണ് മന്ത്രി ഭീഷണി സ്വരത്തിൽ ഇക്കാര്യം പറഞ്ഞത്. കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമെത്തിയ അലിഗഡ് സർവകലാശാല VCയെ സ്മൃതി ഇറാനി അപമാനിച്ച് ഇറക്കിവിടുകയും ചെയ്തു. ജനുവരി 8 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംഘവും മലപ്പുറം അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസിന് കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയെ കണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിക്കും സംഘത്തിനും അപ്രതീക്ഷിതമായ സ്വീകരണമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. അലിഗഡ് സർവകലാശാല ആരംഭിച്ച ഓഫ് ക്യാമ്പസുകൾ നിയമപരമായി നിലനിൽക്കില്ലെന്നും സർവകലാശാല VC എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫ് ക്യാമ്പസുകൾ അനുവദിച്ചതെന്നും സ്മൃതി ഇറാനി മുഖ്യമന്ത്രിയോടും സംഘത്തോടും ചോദിച്ചു. ഇത്തരത്തിൽ ആരംഭിച്ച മലപ്പുറത്തടക്കമുള്ള എല്ലാ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുമെന്ന് കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയോടും സംഘത്തോടും പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ET മുഹമ്മദ് ബഷീർ MP ഇക്കാര്യം സ്ഥിരീകരിച്ചു. അവരാദ്യം പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെ സെന്റർ തുടരാനേ പറ്റില്ല, അങ്ങനെ തുടരാൻ അവകാശമില്ല, പിന്നെ നിയമപ്രകാരം പാടില്ല എന്നുവെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഞങ്ങളതിന്റെ ഞാനുണ്ടായിരുന്നു അതിൽ മീറ്റിംഗിൽ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ അവർ അതൊന്നും യാതൊന്നും തന്നെ വഴങ്ങിയില്ല. വി വിൽ വൈൻഡ് അപ്പ് ദിസ് എന്നൊക്കെ അവർ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയ സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള സംഘം വീണ്ടും കണ്ടു. അന്നും ഇതേ നിലപാട് ആവർത്തിക്കുകയും ഓഫ് ക്യാമ്പസിന് ഒരു അധിക സഹായവും നൽകില്ലെന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവര് കുറച്ചുകൂടി ഒരു സ്വരം വേറെ മാറ്റി. അവർ പറഞ്ഞു, നോ, നിങ്ങളിപ്പോൾ അവിടെ നിന്നോ, ഞങ്ങൾ വി ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ഡൽഹിയിൽ നിന്ന് അവർ പറഞ്ഞിരുന്ന സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ സ്ഥാപനം തന്നെ വേണ്ടെന്നാണ്. ജനുവരി 8 ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം അലിഗഡ് VC സമീറുദ്ദീൻ ഷാ സ്മൃതി ഇറാനിയുടെ ഓഫീസിലെത്തിയിരുന്നു. താങ്കളെ ആരാണ് ക്ഷണിച്ചതെന്നും കേരള മുഖ്യമന്ത്രിയല്ല മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ശമ്പളം തരുന്നത് എന്ന കാര്യം മറക്കരുതെന്നും പറഞ്ഞ് VCയെ മുറിയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഇറക്കിവിടുകയും ചെയ്തു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. തോൽക്കും പോർവീതികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. തോൽക്കും പോർവീതികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മലപ്പുറത്തെ അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് അടച്ചുപൂട്ടുമെന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരണമെന്ന് SSF. കലാലയങ്ങളെ മുഴുവൻ കാവ്യവത്കരിക്കാനുള്ള നയങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സ്മൃതി ഇറാനി. ഹൈദരാബാദ് സർവകലാശാലയിലും JNUവിലും അതിന്റെ പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ദളിതരും ന്യൂനപക്ഷങ്ങളും മുഖ്യധാരയിൽ നിന്നും നിഷ്കാസിതരാകണം എന്നാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ നിലപാട്. അതിന്റെ ഭാഗമാണ് അലിഗഡിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ. അലിഗഡ് സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി എടുത്തുകളയാനുള്ള നീക്കങ്ങൾക്ക് പിന്നാലെയാണ് മലപ്പുറത്തെ കേന്ദ്രം അടക്കുമെന്ന് മന്ത്രി അലിഗഡ് VCയോട് ഭീഷണി മുഴക്കിയത്. മലബാറിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി അലിഗഡിനായി പ്രക്ഷോഭം നടത്താനും SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ നേതാക്കൾ മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ M. ദുൽഫുഖാർ അലി സഖാഫി, T. അബ്ദുൽ നാസർ, സയ്യിദ് മുർത്തള സഖാഫി, ഷെരീഫ് നിസാമി തുടങ്ങിയവർ പങ്കെടുത്തു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ സേവനം ചെയ്യുന്ന മുഅല്ലിമുകളുടെ ശാക്തീകരണത്തിന് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന സമിതി പദ്ധതികൾ ആവിഷ്കരിച്ചു. പിന്നാക്ക ജില്ലയിലേക്ക് പ്രത്യേക പാക്കേജുകൾ ഏർപ്പെടുത്തും. അടുത്ത അധ്യയന വർഷം മുതൽ 5ാം ക്ലാസ് വരെ വർക്ക് ബുക്ക് നിർബന്ധമാക്കും. മുഅല്ലിം ക്ഷേമനിധിയുടെ ശേഖരണാർത്ഥം പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി ഒമാനിലും ട്രഷറർ VPM ഫൈസി വില്യാപ്പള്ളി UAEയിലും പര്യടനം നടത്തും. ഈ മാസം 5-ന് നടക്കുന്ന സംസ്ഥാന കൌൺസിലിൽ 2016-19 കാലത്തേക്കുള്ള പ്രവർത്തക സമിതി നിലവിൽ വരും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KK അഹമ്മദ് കുട്ടി മുസ്ലിയർ കട്ടിപ്പാറ, അബു ഹനീഫ് അൽ ഫൈസി തന്നല, VPM വില്യാപ്പള്ളി സംബന്ധിച്ചു. സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം സ്വാഗതം പറഞ്ഞു. മലപ്പുറം ജില്ലാ സഖാഫി സംഗമം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മഅദിൻ മഹബ്ബ സ്ക്വയറിൽ നടക്കും. സംഗമം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, C. മുഹമ്മദ് ഫൈസി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സംസാരിക്കും. ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല, PKM സഖാഫി ഇരിങ്ങലൂർ, KPH തങ്ങൾ സഖാഫി കാവനൂർ, അലവി സഖാഫി കൊളത്തൂർ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, പത്തപ്പിരിയം അബ്ദുറഷീദ് സഖാഫി, അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ, ഷാഫി സഖാഫി മുണ്ടമ്പ്ര, തറയിട്ടാൽ ഹസൻ സഖാഫി, സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, അബ്ദുറസാഖ് സഖാഫി വെള്ളിയാമ്പുറം തുടങ്ങിയവർ സംബന്ധിക്കും. സംഗമം നടക്കുന്ന മഹബ്ബ സ്ക്വയറിലേക്ക് മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് പരിസരത്തു നിന്നും വാഹന സൗകര്യമുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സുന്നി സംഘചേതനയുടെ ശക്തി വിളിച്ചോതി ദേർലക്കട്ടയുടെ മണ്ണിനെ ശുഭ്രതയണിയിച്ച് സുന്നി മഹാസംഗമത്തിന് സമാപനം കുറിച്ചു. മഞ്ഞനാടി അബ്ബാസ് ഉസ്താദിന്റെ ശിഷ്യസംഘടനയായ സിറാജുൽ മുനീറും സുന്നി കോർഡിനേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അൽ മദീന സാരഥി അബ്ബാസ് ഉസ്താദിനെ ആദരിച്ചു. സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ സ്ഥാനവസ്ത്രം അണിയിച്ചു. ആയിരങ്ങളെ സാക്ഷി നിർത്തി AP ഉസ്താദ് ഷറഫുൽ ഉലമ എന്ന സ്ഥാനനാമം പ്രഖ്യാപിച്ചപ്പോൾ സദസ്സ് ഹർഷാരവത്തോടെ തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. സയ്യിദ് ഇസ്മായിൽ ഹാദി അധ്യക്ഷതയും സയ്യിദ് ഫദൽ കൂറത്ത് തങ്ങൾ പ്രാർത്ഥനയും നടത്തി. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. സിറാജുൽ മുനീർ സിൽവർ ജൂബിലി ആഘോഷഭാഗമായി നിർമ്മിക്കുന്ന 2 ഭവനങ്ങളുടെ ശിലാസ്ഥാപനം താജു ശരിയ ആലിക്കുഞ്ഞു ഉസ്താദ് നിർവഹിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലാ സഖാഫി സംഗമം നാളെ മഅദിൻ മഹബ്ബ സ്ക്വയറിൽ.
JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മുഅല്ലിം ശാക്തീകരണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചു. ജനന തീയതി തിരുത്തൽ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത ഇല്ലാതാകുമെന്ന് കേന്ദ്രം. കള്ളപ്പണം വെളുപ്പിക്കൽ നരേന്ദ്രമോദിയുടെ ഫെയർ ആൻഡ് ലവ്ലി പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി. പ്രൊവിഡന്റ് ഫണ്ട് നികുതി പിൻവലിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. മലപ്പുറത്തെ അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് അടച്ചുപൂട്ടുമെന്ന് സ്മൃതി ഇറാനിയുടെ ഭീഷണി. സ്മൃതി ഇറാനിയുടെ ഭീഷണി ഗൌരവത്തിൽ കാണണമെന്ന് SSF. ഇസ്ലാമിനെ ലോകത്തു നിന്ന് ഇല്ലാതാക്കണമെന്ന് BJP MP. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം, സുനാമി മുന്നറിയിപ്പ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.